അപവാദം പറഞ്ഞ കേരളത്തിലെ വ്യവസായ മുന്നേറ്റത്തെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ്. സർക്കാർ ചർച്ച ചെയ്ത് അംഗീകരിച്ച മദ്യനയമാണിപ്പോൾ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപവാദം ഭയന്ന കഞ്ചിക്കോട് ബ്രൂവറി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറില്ല. ഒരു തുള്ളി ഭൂഗർഭ ജലം പോലും പദ്ധതിക്ക് വേണ്ടി എടുക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വ്യവസായത്തിന് അനുകൂലമായ അന്തരീക്ഷമുണ്ടാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത് എന്നും ഈ പദ്ധതിയെ എതിർക്കുന്നവർ ആ അന്തരീക്ഷം തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ടെൻഡർ വിളിക്കാതെ പദ്ധതിക്ക് അനുമതി നൽകിയെന്നായിരുന്നു ആദ്യ ആരോപണം. വ്യവസായം തുടങ്ങാൻ ടെൻഡർ വിളിക്കുന്ന പതിവില്ല. ആ വാദം UDF ഉപേക്ഷിച്ച മട്ടാണ്. ജലചൂഷണവാദം ഉയർത്തിയാണ് ഇപ്പോൾ എതിർപ്പുയർത്തുന്നത്. ഒരു തുള്ളി ഭൂഗർഭജലം പോലും പദ്ധതിക്ക് വേണ്ടി എടുക്കില്ല. മഴവെള്ള സംഭരണത്തിലൂടെയും മലമ്പുഴ അണക്കെട്ടിൽ നിന്നും വെള്ളം കണ്ടെത്താനാവും. മലമ്പുഴയിൽ നിന്ന് വ്യവസായത്തിന് വെള്ളം നൽകുന്നതിൽ ഒരു തടസ്സവുമില്ല. മുഖ്യമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 9.26 കോടി ലിറ്റർ സ്പിരിറ്റാണ് എല്ലാ വർഷവും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. കേരളത്തിൽ ഉൽപ്പാദനം നടന്നാൽ അതിന്റെ ഗുണം കിട്ടും. നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കാവുന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു സംശയത്തിനും ഇടയില്ലാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരു തുള്ളി ഭൂഗർഭജലം ഈ പ്ലാന്റിന് വേണ്ടി എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്രപ്പോസലിനല്ല സർക്കാർ അംഗീകാരവും നൽകിയിട്ടില്ല. ഇതറിയാത്തതുകൊണ്ടല്ല, ഈ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയും വിശദമായി പറഞ്ഞതാണ്. ഒരു തുള്ളി വെള്ളം ഇതിനെടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം നടത്തുന്നത് കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ പ്രപ്പോസൽ വന്ന സമയത്ത് തന്നെ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിരുന്നു. ഇതൊരു വ്യവസായമാണ്. വ്യവസായങ്ങൾ ആരംഭിക്കുന്ന ടെൻഡർ വിളിച്ചിട്ടാണ്. റോഡ് നിർമ്മാണത്തിന് ശരിയാണ് ടെൻഡർ വിളിക്കണം. കാരണം സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് അത് നിർമ്മിക്കാൻ ആരാണോ മുന്നോട്ട് വരുന്നത് അവർക്കാണ് കൊടുക്കുക. അത് കണ്ടെത്താനാണ് ടെൻഡർ വിളിക്കുന്നത്. ഇത് ഒരു സംരംഭകൻ വരുന്നു, അയാളുടെ ഭൂമി, അയാൾ നടത്തുന്ന നിക്ഷേപം, അയാളുടെ പണം, അതിൽ ടെൻഡർ വിളിക്കണം എന്ന് പറഞ്ഞാൽ എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറയാത്ത വാദമല്ലേ ഇത്? UTV ന്യൂസ്, പാലക്കാട്.